പുതിയ ആദായ നികുതി ബില്ലിൽ വിവിധ അലവൻസുകൾക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ ആദായ നികുതി വകുപ്പ് വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ഇളവ് പരിധി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. പുതിയ ആദായ നികുതി ബില്ലിൽ വിവിധ അലവൻസുകൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ആദായ നികുതി വകുപ്പ്. വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ഇളവ് പരിധി പരിഷ്കരിക്കാനും പണപ്പെരുപ്പത്തിന് ആനുപാതികമായി ക്രമീകരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. വീട്ടുവാടക അലവൻസ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ്, യാത്രാ അലവൻസ് എന്നിവയിലാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. 1962 ആദായ നികുതി നിയമങ്ങൾ പ്രകാരം നിശ്ചയിച്ച പരിധിയിലാണ് കാലാനുസൃതമായി മാറ്റം വരുത്തുന്നത്. മെട്രോ നഗരങ്ങളുടെ എണ്ണം കൂടിയതിനും നിശ്ചിത തുക എന്നതിന് പകരം അടിസ്ഥാന ശമ്പളത്തിന്റെ ശതമാനം നിശ്ചയിച്ചതും പ്രധാന മാറ്റമാണ്. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരട് നിയമം 279 പ്രകാരം HRA ഇളവിനായി പരിഗണിക്കുന്ന മെട്രോ നഗരങ്ങളുടെ പട്ടികയും വിപുലീകരിച്ചു. നിലവിലുള്ള മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ എന്നിവയ്ക്ക് പുറമെ ഹൈദരാബാദ്, അഹമ്മദാബാദ്, പൂനെ, ബംഗളൂരു എന്നിവിടങ്ങളിലെയും മെട്രോ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ 50% വരെ HRA ഇളവ് ക്ലെയിം ചെയ്യാം. മറ്റ് നഗരങ്ങളിൽ താമസിക്കുന്നവർക്കാകട്ടെ നിലവിലുള്ള 40% തുടരും. നഗരവൽക്കരണവും വാടക വർധനവും പരിഗണിച്ചുകൊണ്ടാണ് ഈയൊരു തീരുമാനം. അതേസമയം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഹോസ്റ്റൽ ചെലവിനുമുള്ള ഇളവ് പരിധിയിൽ ഗണ്യമായ വർധനവാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് സെക്ടറിലെ ജീവനക്കാർക്ക് നിലവിൽ ലഭിക്കുന്ന അലവൻസിന് 70% അല്ലെങ്കിൽ പരമാവധി 10,000 രൂപ എന്ന പരിധിയിൽ നികുതി ഇളവ് ലഭിച്ചിരുന്നു. ഇത് പ്രതിമാസം 25,000 രൂപ വരെയായി ഉയർത്താനും നിർദ്ദേശമുണ്ട്. ഭിന്നശേഷിക്കാർക്കാകട്ടെ മെട്രോ നഗരങ്ങളിൽ 15,000 രൂപയും ക്ഷാമബത്തയും, മറ്റു നഗരങ്ങളിൽ 8,000 രൂപയും ക്ഷാമബത്തയും എന്നതാണ് പുതിയ നിർദ്ദേശം. നിലവിലിത് പ്രതിമാസം 3,200 രൂപ മാത്രമാണ്. ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഭൂഗർഭ ജോലികൾ ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ഇളവും ഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിലുള്ള പ്രതിമാസം 800 രൂപ എന്ന നിശ്ചിത തുകയ്ക്ക് പകരം അടിസ്ഥാന ശമ്പളത്തിന്റെ 15% ഇളവായി നൽകാനാണ് നിർദ്ദേശം. നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണെങ്കിൽ ശമ്പളക്കാരായ നികുതിദായകർക്ക് വലിയ നേട്ടം തന്നെയാകും ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.